സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് എം മണിക്കെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. നിയമപരമായി കേസിൽ ഇടപെടാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേരുന്നുണ്ട്. സാലിഹ്, കോടതി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തൊക്കെ കാരണങ്ങളാലാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞത്? സൗമ്യ, എം മണിക്കെതിരെ സമർപ്പിക്കപ്പെട്ട രണ്ട് ഹർജികൾ ഒരുമിച്ചാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. മന്ത്രി മണി സ്ത്രീകളെ അപമാനിച്ച് പ്രസംഗിച്ചുവെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നായിരുന്നു ഒരു ഹർജിയിലെ ആവശ്യം. എം മണിയെ മന്ത്രിസ്ഥാനത്ത് നിൽക്കാൻ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു രണ്ടാമത്തെ ഹർജിയിലെ ആവശ്യം. രണ്ട് ഹർജികളും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. പ്രധാനമായും കോടതി പറഞ്ഞത് കോടതിക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയില്ല, കോടതിക്ക് ഇടപെടാൻ പര്യാപ്തമായ ഒരു വിഷയമല്ല ഇത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ഇത് കേസെടുക്കുന്നതിന്റെ ശക്തമായ നിലപാട് പോലീസ് കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തു. അതിന് കാരണം മണിക്കെതിരായി ലഭിച്ച പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയതാണ് എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടിട്ടില്ല അന്വേഷണം നടത്തിയതിൽ എന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അതിന് കാരണം പോലീസ് വിശദമായി സമർപ്പിച്ചിട്ടുണ്ട്. അതായത് പൊമ്പുള ഉരുമേ പ്രവർത്തകർ ഉൾപ്പെടെ 54 സാക്ഷികളിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അവരാരും, പൊമ്പുള ഉരുമേ പ്രവർത്തകർ ഉൾപ്പെടെ അവരാരും മണി തങ്ങളെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചു എന്ന് മൊഴി നൽകിയിട്ടില്ല. മാത്രമല്ല, ഇതിന്റെ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഒക്കെ പോലീസ് പരിശോധിച്ചു. ഇതെല്ലാം പരിഗണിച്ചാണ് മണി തെറ്റ് ചെയ്തു എന്ന് തങ്ങൾക്ക് കുറ്റം ചെയ്തു എന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. പോലീസിന്റെ ഈ നിലപാട് കൂടി പരിഗണിച്ചാണ് ഹർജികൾ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, മന്ത്രിമാർക്ക് പെരുമാറ്റച്ചട്ടം നടപ്പാക്കാൻ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിക്കണം എന്നും ഒരു ആവശ്യം ഈ ഹർജികളിൽ ഒന്നിൽ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതിക്ക് കഴിയില്ല. അതിന് ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. എം മണിക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു കൂട്ടം ഹർജികൾ ആണിപ്പോൾ ഹൈക്കോടതി തള്ളിയത്. നിയമപരമായി അത് നിലനിൽക്കില്ല എന്നും അതിലിടപെടാനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി.